എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈവനിങ് ചായയുടെ കൂടെ ഒരുപാട് പണിയൊന്നും എടുക്കാതെ, അതായത് മസാല ഒന്നും വഴറ്റാതെ എന്നാൽ നല്ല ടേസ്റ്റും ആയിരിക്കണം, അങ്ങനെ ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള ഈ ഒരു ടേസ്റ്റി സ്നാക്സിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ മുട്ടയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 4 കോഴിമുട്ടയാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ചെറിയ മുട്ടയാണ്. നിങ്ങൾ എടുക്കുന്ന മുട്ട അത്യാവശ്യം വലിപ്പമുള്ളതാണെങ്കിൽ 3 എണ്ണം എടുത്താൽ മതി. അപ്പോൾ ഒരു 4 കോഴിമുട്ട ഇതുപോലെ ഞാൻ ഈ ഒരു പാത്രത്തിലൊന്ന് പൊട്ടിച്ചൂറ്റാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും, നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള ഇതുപോലെ വറ്റൽമുളക് പൊടിച്ചത്, അത് നമ്മുടെ എരിവിനനുസരിച്ച് ഇടണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ഒറിഗാനാണ് കേട്ടോ. അതൊരു 1/2 ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ ഇപ്പോൾ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അത് ഒഴിവാക്കിയിട്ട് ചെയ്യാം. ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ മല്ലിയില വേണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് കറിവേപ്പില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലൊരു ഫോർക്കോ ഒരു വിസ്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഓരോ ബ്രെഡും എടുത്തിട്ട് ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. നല്ല ഷാർപ്പ് അറ്റമുള്ള ഇതുപോലെ ഒരു റൗണ്ട് ഏത് പാത്രം വെച്ചിട്ട് വേണം നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാമെന്നാണ് ഇതുപോലെ. അപ്പോൾ ഇതുപോലെ ഞാൻ ഈ ഒരു കപ്പ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. കട്ട് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന ഈ ഒരു ബാക്കി ഭാഗം വേസ്റ്റ് ആവത്തില്ല. നമുക്കിതിലേക്ക് ലാസ്റ്റ് ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രെഡ് തന്നെ ചെറിയ തരി പോലെ കിട്ടുന്ന രീതിയിൽ നമ്മളൊന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് എടുക്കുക. ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുത്താൽ മതി. എന്നിട്ട് പാലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താലും നമുക്ക് ബ്രെഡ് ക്രംസ് റെഡിയായി കിട്ടും. ഇങ്ങനെ നമുക്ക് എല്ലാ ബ്രെഡും ഒന്ന് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ബ്രെഡ് ക്രംസ് ആണ്. ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്ത് ബ്രെഡ് ക്രംസ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല ഫൈൻ ആയിട്ടുള്ള തരികളുള്ള ഒരു ബ്രെഡ് ക്രംസ് എടുക്കരുത്. പാൻകോ ബ്രെഡ് ക്രംസ് ഒക്കെ പോലെ ചെറിയ തരി പോലെ ഉണ്ടായിരിക്കണം. അല്ല, നല്ല ഫൈൻ ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് എടുക്കരുത്. എന്നാലും നമുക്കിത് നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഇനി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഓരോ ബ്രെഡും എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഫില്ലിംഗ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല. അതിന് പകരം ഇതുപോലൊരു സ്ലൈസ്ഡ് ചീസാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. ആ ഒരു ചീസും ഞാൻ റൗണ്ടായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ബർഗർ ചീസാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്ലൈസർ ചീസ് വേണമെങ്കിലും ഇതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു ചീസ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഇതുപോലെ മുട്ടയുടെ ഒരു മിക്സിൽ നല്ല പോലെ തന്നെ ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കാം. ഇനിയിപ്പോൾ ചീസ് ഇല്ലെങ്കിൽ ചീസ് ഇല്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ ബ്രെഡും ആ ഒരു മുട്ടയുടെ ആ ഒരു മിക്സിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ചീസും കൂടി വെക്കുകയാണെങ്കിൽ ഇതുപോലെ 2 ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ഉള്ളിലൊരു ചീസ് വെക്കുക. എന്നിട്ട് അത് മറ്റൊരു ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് എടുക്കുക. ചീസും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇതുപോലെ. അതിനുശേഷം ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു അറ്റം വീണ്ടും ജസ്റ്റ് ഇതുപോലെ മുട്ടയിലൊന്ന് മുക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് കോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു സൈഡ് മാത്രം, ആ ഒരു ചീസ് വെളിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഞാനിവിടെ എല്ലാം തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് നമുക്കിതിട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും. കാരണം പുറമേ ഒരു ബ്രെഡൊന്നും മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഉള്ളിൽ നമ്മൾ മസാലകളൊന്നും വെച്ചിട്ടില്ല. ഒരു സൈഡിൽ നിന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ല പോലെ തന്നെ ക്രിസ്പി ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയ്ക്കകത്ത് നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയൊരു ബ്രെഡ് വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്കിത് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഈവനിങ് ചായയുടെ ഒക്കെ കൂടെ ഇതുപോലെ ടൊമാറ്റോ കെച്ചപ്പിലൊക്കെ മുക്കി കഴിക്കാൻ നല്ല അടിപൊളിയാണ്. ഇത് കണ്ടില്ല, ഒരു ചീസും കൂടി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.